ചിലപ്പോൾ ഇലക്ഷൻ മുമ്പാണോ എൻ്റെ കാറ്റ് പോകണമെന്ന് അറിയാൻ നോക്കില്ല. അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചൊൽപ്പിടിയിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ആളുകളെയാണ് രണ്ടാമത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. കണ്ടുകിട്ടുമ്പോൾ എല്ലാവരും പേടിക്കും മറ്റേ കൂടെയുള്ളവർ. അല്ലാതെ യഥാർത്ഥത്തിൽ പരാജയം 90% പരാജയമാണ്. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ്. പക്ഷേ എനിക്ക് തന്നെയും തീരെ താല്പര്യമില്ലാത്തൊരു സമീപനമാണ്. പിണറായി തന്നെ വരും. കാരണം മറ്റവർ അത്ര ഇതല്ല. കാരണം അവരടിച്ച് വിരിയേ ഉള്ളൂ. അവരാകുമ്പോഴത്തേക്ക് പകുതിയിലിട്ടിട്ട് പോകും. ഞാനൊരു BJP-ക്കാരാണ്. വളരെ മോശം. സ്വന്തം പാർട്ടിക്കാർക്ക് ഗുണം ഉള്ളൂ. പാർട്ടിക്കാർക്ക് മാത്രമല്ല ബന്ധുക്ക് കേൾക്കും. ഈ 2 മാസത്തിന് മുന്നേ മാർച്ചിൽ ചെയ്ത പണിക്ക് 12 ദിവസം ചെയ്ത പണിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ കിട്ടിയത് 13 ദിവസത്തെ പൈസ. ഇന്നും കിട്ടേണ്ട, അതിൽ ബാലൻസ് 4 ദിവസത്തെ പൈസ ഇന്നും കിട്ടാനുണ്ട്. കേരളം വീണ്ടും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ്. 2 തവണ ഭരണം പിടിച്ച പിണറായി സർക്കാർ ഇനി 3ാമതും ഭരണത്തിലെത്തുമോ? പിണറായിയുടെ ഭരണത്തിൽ ജനങ്ങൾ എല്ലാവരും സന്തുഷ്ടരാണോ? ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. പിണറായി സർക്കാരിന്റെ ഭരണം ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു. 100% അല്ല. കുറച്ചും കൂടെ നമ്മുടെ ഈ ടൗൺ പ്ലാനിങ് സൈഡ് കുറച്ചും കൂടെ ക്ലിയർ ആക്കിയാൽ കൊള്ളായിരുന്നുണ്ട്. കാരണം ഇപ്പം കാറുകൾ ഉള്ളവരാണ് മിക്കവാറും എല്ലാവരും. അപ്പം പാർക്കിംഗ് സൗകര്യമൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ ടൗൺ പ്ലാനിങ് ചെയ്ത് കുറച്ചും കൂടെ ശ്രദ്ധ ചെലുത്തി അത് കുറച്ചും കൂടെ നന്നാക്കിയെടുത്താൽ കൊള്ളായിരുന്നുള്ളൊരു അഭിപ്രായമുണ്ട്. പിണറായി സർക്കാർ 3ാമതും ഭരണത്തിൽ വരുമോ? അത് എനിക്ക് ശരിക്കും അറിയില്ല. എന്തോ അറിയില്ല, വരാനും കുറച്ചൊക്കെ സാധ്യത ഉണ്ട്. ശരിക്കും ഒരു 50% റൗണ്ട് വരാനുണ്ട്. നമുക്ക് പാർട്ടിയൊന്നുമില്ല. നല്ല ഭരണമാണോ പിണറായി സർക്കാരിന്റെ? ആണ്. പിണറായി സർക്കാർ വീണ്ടും ഭരണത്തിൽ വരാൻ ചാൻസ് ഉണ്ട്? ഒരിക്കലും വരില്ല. ഒരിക്കലും ഇല്ല. എന്താ, നല്ല ഭരണമല്ലേ പിണറായി സർക്കാരിന്റെ? നല്ല ഭരണമായിട്ട് ഒത്തിരി ദൂർത്തും കാര്യങ്ങളും പറയുന്ന വാക്കുകളൊന്നും പാലിക്കുന്നില്ല. അവരെ സ്വന്തം പാർട്ടിക്കാർക്ക് ഗുണം ഉള്ളൂ. പാർട്ടിക്കാർക്ക് മാത്രമല്ല ബന്ധുക്ക് കേൾക്കും. അപ്പം ഈ ഭരണത്തിൽ സംതൃപ്തനല്ല? അല്ലല്ലോ, ഒരിക്കലും അല്ല. അപ്പം മൂന്നാം ഭരണത്തിൽ ഇനി ആര് വരും? മൂന്നാം ഭരണത്തിൽ UDF തന്നെ വരും. ഒരേ പുരുഷത്തിൽ വരും. കാരണം അത്രയും ജനാധികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരം. ആദ്യ 5 വർഷം വളരെ നന്നായിരുന്നു. അതിൻ്റെ ഒരു ഇതിലാണ് വീണ്ടും ആവർത്തനം കിട്ടിയത്. പക്ഷേ രണ്ടാമത് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ, അതായത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ചൊൽപ്പിടിയിൽ നിൽക്കത്തക്ക വിധത്തിലുള്ള ആളുകളെയാണ് രണ്ടാമത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. അതുതന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏകാധിപത്യ ഭരണത്തിൻ്റെ ഒരു ഇതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് പാടിയ ശൈലജ ടീച്ചറോ അല്ലെങ്കിൽ അതേപോലെ തോമസ് ഐസക് സാറോ സുധാകരൻ സാറോ ഇവരൊക്കെ പരിചയസമ്പന്നരാണെങ്കിലും മുഖ്യമന്ത്രിയേക്കാൾ പ്രായത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയിലുമൊക്കെ പേരെടുത്തവരാണ്. പിണറായി സർക്കാരാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത് ഭരണത്തില്. പിണറായി സർക്കാരിന്റെ ഭരണം നല്ലതാണോ? അല്ല, നല്ലതല്ല. അതെന്തുകൊണ്ടാണ്? തുടക്കം നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ കേട്ടു വരുന്ന വാർത്തകളനുസരിച്ച് മോശമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ്. പക്ഷേ എനിക്ക് തന്നെയും തീരെ താല്പര്യമില്ലാത്തൊരു സമീപനമാണ്. ഇനി 3ാമത് ഭരണത്തിൽ ആര് വരാനാണ് ചാൻസ്? പിണറായി സർക്കാർ വരുമോ? വരാൻ ചാൻസ് കുറവാണ്. താല്പര്യമല്ലേ ഇന്ന പോലെയുള്ള ആൾക്ക്. പിന്നെ ആരായിരിക്കും ഭരണത്തിൽ വരാൻ ചാൻസ് കൂടുതൽ? ഇനി ഏതെങ്കിലും ഒരു പുതിയ അതായിരിക്കും പുതിയ. കാരണം കോൺഗ്രസും ഇടതുപക്ഷവും ഭരിച്ചു കഴിഞ്ഞു. അവരുടെയൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു അഭിപ്രായം ഇല്ല ആർക്കും. അതുകൊണ്ട് ഒരു പുതിയ ഏതെങ്കിലും ഒരു പാർട്ടി. പിണറായി സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത്. നല്ല ഭരണമാണോ പിണറായി സർക്കാർ കാഴ്ചവെക്കുന്നത്? ഞാനെന്ത് പറയാനാ, ഒന്നും പറയാനില്ല. പാർട്ടി മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി മാറണം. അതെന്താ, ഭരണം മോശമാണ്? അഴിമതിയാണ് കൂടുതലും നടക്കുന്നത്. അഴിമതി കൂടുതൽ നടക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം തൊഴിലില്ലായ്മയ്ക്ക് എതിരായിട്ട് ഇരിക്കുമ്പോൾ തന്നെ തൊഴിലാളികൾക്ക് തൊഴിലില്ലാതിരിക്കണം. ഞാനൊരു തൊഴിലാളിയാണ്. അപ്പോൾ എനിക്ക് പണിയില്ലാതെ നിന്നിട്ട് ഇപ്പം മാസം ഏകദേശം 2 മാസത്തോളമാവണം. ഈ 2 മാസത്തിന് മുന്നേ മാർച്ചിൽ ചെയ്ത പണിക്ക് 12 ദിവസം ചെയ്ത പണിക്ക് കിട്ടിയിട്ടുള്ളത് ആകെ കിട്ടിയത് 13 ദിവസത്തെ പൈസ. ഇന്നും കിട്ടേണ്ട, അതിൽ ബാലൻസ് 4 ദിവസത്തെ പൈസ ഇന്നും കിട്ടാനുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തൊഴിലില്ലാതെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുകയാണ്.
ഞങ്ങൾക്ക് ചികിത്സയിലൊക്കെ കഴിയുന്ന ഞങ്ങളാണ്. ഇപ്പം നമുക്ക് പണിയില്ലാതെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. നമുക്ക് ഈ ഭരണം മാറണമെന്നാണ്. ഈ ഭരണം മാറിയാൽ നല്ലത്. കാര്യം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് പിന്നെ നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുന്ന അവരോട് നിൽക്കാനാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഇലക്ഷൻ ആരായിരിക്കും അടുത്ത ഭരണം പിടിക്കാൻ ചാൻസ്? ഭരണം അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആരാണെന്ന് എന്ന് കണ്ടെത്തി അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. എന്താ പറയാനുള്ളത്? കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അല്ല, ആരാണ് നല്ല ഭരണം കാഴ്ചവെക്കുന്നത് അവരോ വശമായിരിക്കും നമ്മൾ. പാർട്ടിയെല്ലാം ഇവിടെ നോക്കേണ്ടത്. നമുക്ക് നാടിന് നല്ലത് ആര് ചെയ്യുന്നു അവർക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ തൊഴിലില്ലായ്മയാണ് ഏറ്റവും രൂക്ഷമായിട്ട് ഇപ്പം നിൽക്കുന്നത്. തൊഴിലില്ലായ്മ നമുക്ക് തൊഴിലില്ല. കാരണം ചികിത്സ നിൽക്കുമ്പോൾ നമുക്ക് ഗുളിക കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആ ഒരു അവസ്ഥയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒരു മേഖലയിലും ആർക്കും പണിയില്ല, ഒന്നും കിട്ടുന്നില്ല. പിണറായിക്കാര് വലിയ കുഴപ്പമില്ല എന്ന് പറയാം. സംതൃപ്തനാണോ? ഒരുവിധം സംതൃപ്തനാണ്. പെൻഷൻ തുക കിട്ടാറുണ്ട്? പെൻഷൻ കിട്ടുന്നുണ്ട്. മാസം കിട്ടുന്നുണ്ട്. പിണറായി തന്നെ വരും. കാരണം മറ്റവർ അത്ര ഇതല്ല. കാരണം അവരടിച്ച് വിരിയേ ഉള്ളൂ. അവരാകുമ്പോഴത്തേക്ക് പകുതിയിലിട്ടിട്ട് പോകും. ഭരണം വരുമ്പോഴത്തേക്ക് എനിക്ക് ഭരണം വേണം, എനിക്ക് ആ സ്ഥാനം വേണം, ഈ സ്ഥാനം വേണം എന്ന് അവരിട്ടിട്ട് പോകും. അങ്ങനെയുള്ള അനുഭവം. പിണറായി സർക്കാർ വന്നതിനാണ് ഈ ദുരിതമൊക്കെ തരണം ചെയ്തില്ലേ. ഈ കൊറോണ, വെള്ളപ്പൊക്കം, പിന്നെ കുറച്ച് കാലതാമസം എടുക്കും ഓരോ വീട് പണിയാനായിട്ട്. ആരെങ്കിലുമൊക്കെ ധനസഹായം എന്ന് പറഞ്ഞാൽ കെട്ടിപ്പോക്കണ്ടേ. 10 പേര് വരുമ്പോഴത്തേക്ക് 5 പണിക്കാർ പോകും. 5 പണിക്കാർ വരുമ്പോൾ വേറെ 10 പണിക്കാർ പോകും. കോൺട്രാക്ട് കൊടുക്കുമ്പോൾ കോൺട്രാക്റ്റും കുറച്ച് പറ്റിക്കും. അത് സഹജം തന്നെയാണല്ലോ, ലോക സഹജമാണല്ലോ. പിന്നെ ഒരു വീടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നാക്കുകൊണ്ട് വന്ദിക്കാനുള്ളതല്ലോ. അവിടെ എത്ര 300 രൂപ ഇന്നലെ ഇവിടെ 5-6 ദിവസം മുമ്പ് ഇവിടെ 300 വീട് കൊടുത്തില്ലേ. അതൊക്കെ വീട് കെട്ടിക്കൊണ്ടാക്കണ്ടേ, പണിക്കാർ വേണ്ടേ. ഒരു ധനം ഉണ്ടായിരിക്കാം, പക്ഷേ സാധനമെല്ലാം വന്ന് എത്തിച്ച് അതിനകത്ത് കാലതാമസം ഉണ്ടാകും. പിന്നെ നമ്മുടെ വികസനം, വിഴിഞ്ഞം വികസനമൊക്കെ നല്ല വികസനമല്ലേ. പിണറായി സർക്കാരിന്റെ ഭരണം ഇപ്പം എങ്ങനെയുണ്ട്? നല്ല ഭരണമാണോ? ഞാനൊരു BJP കാരനാണ്. പിണറായി സർക്കാരിന്റെ ഭരണം എങ്ങനെയുണ്ട്? അത് നമ്മൾ വിലയിരുത്താറില്ല. അടുത്ത ഭരണത്തിൽ ഇനി ആര് വരുമായിരിക്കും? കാരണം BJP വരുമെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയുണ്ട്? വലിയ തെറ്റില്ലാതെ പോകണം, വലിയ കുഴപ്പമില്ല. സംതൃപ്തനാണോ? സംതൃപ്തനാണ്. പൈസ റോൾ ചെയ്യാനൊന്നുമില്ല. പിന്നെ കച്ചവടങ്ങളൊക്കെ വളരെ മോശമൊക്കെ. ഓരോ ദിവസം ചെല്ലുന്നൊരു സാധനത്തിൻ്റെ വിലകളെല്ലാം കയറിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഒരു വീട്ടിലൊക്കെ നമുക്ക് ചിലവാക്കണമെങ്കിൽ 20 എത്ര വേണം? പണ്ടത്തെ ചിലവൊന്നുമല്ലേ ഇപ്പോൾ ഇടാകണം. ഇങ്ങനെയൊക്കെ ഇരുന്ന് ജീവിച്ച് പോകണം. രാവിലെ വരും, 3 മണി 4 മണിയാകുമ്പോൾ അങ്ങ് പോകും. 10-400 കായ് കിട്ടും, ഇത്രേ ഉള്ളൂ. വലിയ മെച്ചമൊന്നുമില്ല. അങ്ങനെ വരും, കുഴപ്പമില്ല. സംതൃപ്തനാണോ ഈ ഭരണം? പിന്നെ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, നല്ല ഭരണമാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റൂല. പിണറായി സർക്കാർ നല്ല ഭരണമാണോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. എന്താണെന്നറിയാം, യാതൊരു സർക്കാർ വരണം, യാതൊരു മന്ത്രി വരുമെന്ന് എനിക്കറിയാം, ഒന്നും അറിയാം. ഇലക്ഷനിൽ പ്രവർത്തിക്കുമ്പോൾ അതിൽ വിജയം കാണുന്നവരാണ്, എത്ര വോട്ടിന് ഭൂരിപക്ഷത്തിൽ കിട്ടുന്ന അവരാണ് ഇതിന് മന്ത്രിസഭയിൽ കയറുകയുള്ളത്. ചേട്ടന് ആര് ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹം? എനിക്ക് ആഗ്രഹമൊന്നുമില്ല. ഞാനങ്ങ് അറ്റം പറ്റിയിരിക്കുകയാണ്. ഞാനെ കുഴിയിൽ പോകാൻ ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആര് വരും യാതൊരു വരും എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇലക്ഷൻ മുമ്പേ ആണോ എൻ്റെ കാറ്റ് പോകണമെന്നും അറിയാൻ നോക്കില്ല. ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കി. വളരെ മോശം, വളരെ മോശമാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? പല കാര്യങ്ങളിലുണ്ട്. എൻ്റെ മകൻ്റെ അവധി കാര്യം തന്നെ റാങ്കിലുള്ളവരെ പ്രവേശത്തോടെ കയറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ള റാങ്കിൽ 6ാമത്തെ ആളായ വരുന്നു. 19 വേക്കൻസി ഉണ്ട്, ഒരു വേക്കൻസി. പിന്നെ LDCയുടെ കാര്യവും ഉണ്ടല്ലേ, സ്വന്തം കാര്യങ്ങളാണ്. LDC കാര്യങ്ങൾ ഇവിടെ അവരൊക്കെ കിടന്ന ഞാൻ പൈസ കൊടുത്ത് കഴിക്കുമായിരുന്നു, 9 മണിക്ക് തിരിച്ചെത്തണമെന്ന് പറയായിരുന്നു. അപ്പോൾ അവിടെ നിയമനത്തിൽ യുവാക്കൾക്ക് യാതൊരു കാര്യവും ചെയ്യില്ല. പോലീസിൻ്റെ കാര്യങ്ങളിലുള്ള കേസിൻ്റെ കാര്യമായാൽ അവർക്ക് അനുകൂലമായ നമ്മൾ ഉടനെ അതിൽ നിൽക്കുന്നത് അനുകൂലമായ ആളുകൾക്കുള്ളതിന് വേണ്ടിയുള്ളതാണ് എല്ലാ സ്റ്റേഷനിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്ത് വേണം? മൂന്നാമതിന് പിണറായി സർക്കാരിന് ഭരണത്തിൽ കയറാൻ ചാൻസ് ഉണ്ടോ? അത് പൊതുജനങ്ങളല്ലേ ഇരിക്കണം. പിന്നെ കിറ്റോ മറ്റേ SDP അവരുടെ കഴിഞ്ഞോടെ ജയിച്ച കണക്കുള്ള ആ രീതിയിലല്ലാതെ ആളുകൾക്ക് താല്പര്യക്കുറവാണ്. പിന്നെ കണ്ടുകിട്ടുമ്പോൾ എല്ലാവരും പേടിക്കും മറ്റേ കൂടെയുള്ളവർ. അല്ലാതെ യഥാർത്ഥത്തിൽ പരാജയം 90% പരാജയമാണ്. സുഖമില്ലാത്തവർ മറ്റുള്ളവരും എല്ലാം കൂടെ. ആരോഗ്യവകുപ്പ് ഇപ്പം എന്തരാണ്?
ഡോക്ടർ ഒരു കൈക്കൂലി വരെ ചോദിച്ചില്ല ഡെൻ്റലിന്. പേപ്പറിൽ വന്നില്ലേ ഡെൻ്റലിന് വേണ്ടിയുള്ള അത്രയും കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കേരള പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിൽ വന്ന കാര്യങ്ങളാണ്. ആരോഗ്യവകുപ്പ് അമ്പയെ തകർച്ച. പിന്നെ മറ്റേ ഇപ്പോഴത്തെ ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ അയാളെ പേരും പറഞ്ഞല്ലേ, പുള്ളിയെ ഹാരിസിനെ ചതിക്കാൻ വേണ്ടി എന്തെല്ലാം പണി അതും പുറത്ത് വന്നില്ലേ? അപ്പോൾ എല്ലാം അവർ എന്നിട്ട് റിപ്പോർട്ട് പോണതും റിപ്പോർട്ടിന് അവർക്ക് അനുകൂലമായിട്ടാണ് വന്നത്. ഒന്നുമല്ല. ഇനിയിപ്പോൾ നാളെ ഇനിയിപ്പോൾ എൻ്റെ തലയിൽ കൊട്ടു വീഴുന്നാലും ഉള്ളത് പറയുകയാണ്. അനുഭവം ഉള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും അതും തരികിടാണ്. പിള്ളേരുടെ ഇന്നാളെ ചോദിച്ച് ഒരു ചാനൽ പറയുന്ന കേട്ട് ഇങ്ങോട്ട് എങ്ങനെയുണ്ടെന്ന്, അമ്മ വളരെ മോശം, തോറ്റാലും മാവൻ ജയിപ്പിക്കുമെന്ന് ഞങ്ങൾ കണ്ടതാണ്. ഇനി എന്ത് വേണം? പിണറായി വിജയന്റെ ഭരണം പാർട്ടിയെ പറ്റി പറയും. ഇനി അടുത്ത ഇലക്ഷൻ ആരായിരിക്കും ഭരണത്തിൽ വരാൻ? ആരായിരിക്കുന്നു എനിക്ക് പറയാൻ പറ്റില്ല. ആളുകളെ വോട്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. എന്തായാലും ഇവരും പറ്റൂല, കോൺഗ്രസും പറ്റൂല. ബാക്കിയുള്ളവർ വരട്ടെ, NDA വരട്ടെ. അവരാണ് നല്ലത്. ഇപ്പം ആളിൻ്റെ എല്ലാവരും കുറച്ചൊക്കെ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല?